ഒരു ഗ്ലോ വരും. ഗോവയിൽ പോയി വന്ന സമയത്ത് എന്റെ മുഖത്ത് ഒടുക്കത്തെ ടാൻ ആയിരുന്നു. ഈ ടാൻ റിമൂവ് വേണ്ടി ഞാൻ ഒരൊറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ, മാമ എർത്തിന്റെ ഫേഷ്യൽ ക്രീം. ടാൻ മാറാനും ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനും ഒരു ഗ്ലോ വരാൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ 6 സ്റ്റെപ്പാണ് വരുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലെൻസിംഗ് ആണ്. ക്ലെൻസിംഗ് മിൽക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. എന്റെ അടുത്ത് വൈപ്പ് ചെയ്യണതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് മുഖത്തുള്ള ഇതൊക്കെ തുടച്ച് കളയുന്നുണ്ട്. ഫേഷ്യൽ സ്റ്റെപ്പ് 2 മെയിൻ ആണ്. അതുകൊണ്ട് ഇത് കുറച്ചധികം കയ്യിലെടുത്തിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ഒരു പിന്നിന്റെ ബാക്ക് വെച്ച് മുഖത്തുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കളയാം. സ്റ്റെപ്പ് 3 ഒരു ജെല്ലാണ്. ഇത് നന്നായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തത് സ്റ്റെപ്പ് 4 ആണ്. ഇതൊരു മസാജിങ് ക്രീം ആണ്. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. കുറച്ചെടുക്കുക, കുറച്ച് നേരം അപ്ലൈ ചെയ്യുക, അതിന് ശേഷം ഉണങ്ങുമ്പോൾ ഒന്നുകൂടെ എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് 5 ആണ്. നമുക്ക് ഇതിന്റെ മണം കേൾക്കുമ്പോൾ തിന്നാനൊക്കെ തോന്നും, പക്ഷെ തിന്നരുത്. ഇത് മാസ്ക് ആണ്. ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടില്ല ഗൈസ്, എന്റെ മുഖം ഒരു വികൃതം പിടിച്ച മുഖമായല്ലേ. സാരല്ലേ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫൈനലായിട്ട് സ്റ്റെപ്പ് 6 മോയ്സ്ചറൈസർ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എല്ലാ ഫേഷ്യൽ ക്രീം അപ്ലൈ ചെയ്താൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടണം. പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്റെ കൂടെ ഇരുന്ന് പറയുന്നത് ഫേസ് നല്ല അടിപൊളിയായിട്ടുണ്ട്, തിളങ്ങുന്നുണ്ട്, ഗ്ലോ വെച്ച മാതിരി ഉണ്ട്. നമ്മ സത്യം പറഞ്ഞ എന്നോട് പറഞ്ഞു, പക്ഷേ ഈ ഒരു വോയിസിൽ അത് കേൾക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.